ഹായ് ഗംഗ, ഹലോ. വെൽക്കം ടു ഡി സ്റ്റോക്ക്. താങ്ക് യു സർ. കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിൽ 153 റാങ്ക്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. പക്ഷേ ഗംഗ ആ, ഗംഗ ഒരു പ്രൈവറ്റ് മേഖലയിൽ നിന്നാണ് വരുന്നത് യു സർ. പി എസ് സി അല്ലെങ്കിൽ PSC ആസ്പിയർ ചെയ്ത് ഇപ്പോൾ ഒരു ജോലിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഉം. എന്തായിരുന്നു അങ്ങനെ ഒരു ചേഞ്ചിന് കാരണം? ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പം തന്നെ ഞാൻ പഠിച്ചത് LBSലാണ്. അപ്പോൾ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പം തന്നെ UPSC സിവിൽ സർവീസ് എക്സാം ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് ക്യാമ്പസ് പ്ലേസ്മെന്റിന് ഇരിക്കണ്ട, ഡയറക്റ്റായിട്ട് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത്, അല്ല, പഠിച്ച ഒരു കാര്യമുണ്ടല്ലോ, 4 വർഷം പഠിച്ചതാണ്, അതുമായിട്ട് ട്രൈ ചെയ്ത് ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് 2 വർഷം ജോലി ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ക്ലിയർ കട്ടായിട്ട് മൈൻഡിൽ അപ്പോഴേ ഉറപ്പിച്ചിരുന്നു, 2 വർഷമേ ജോലി ചെയ്യുള്ളൂ, 2 വർഷം കഴിഞ്ഞ് എന്തായാലും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അന്നേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നും എങ്ങനെയാണ് PSC വന്നത്? അത് സിവിൽ സർവീസ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു, 3 അറ്റംപ്റ്റാണ് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് ആയപ്പോഴും പ്രിലിംസ് പാസ്സായില്ല. അങ്ങനെ ശരി, ഇനിയിപ്പോഴത്തേക്കും എന്തായാലും തിരിച്ച് ജോലിക്ക് തന്നെ കയറാം എന്ന് ഉറപ്പിക്കുകയും ഞാൻ എടുത്ത റീഡിംഗ് റൂം ഞാൻ ക്വിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അന്ന് ഞാൻ ഈ PSC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഡിഗ്രി ലെവൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രിലിംസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് മറന്നും പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഇത് UPSC കിട്ടിയില്ല. ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ജൂലൈയിൽ ഇതിന്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പം ഉണ്ട്. അങ്ങനെ പിന്നെ തിരിച്ചിങ്ങനെ ഓക്കെ എങ്കിൽ ഇനി PSC നോക്കാം എന്നുള്ള രീതിയിലായി. അങ്ങനെയാണ് PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവുന്നത്. UPSC വേണ്ടിയിട്ട് ജോബ് ക്വിറ്റ് ചെയ്യുന്നു. ആ. എങ്ങനെയായിരുന്നു വീട്ടിലൊരു ഇതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ? വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടുകാർക്ക് നേരത്തെ അറിയാം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര പ്രിവിലേജ് ആണ്. കാരണം ഫാമിലി എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കാര്യത്തിലൊക്കെ എപ്പോഴും പറയും, നമുക്ക് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടുതലും ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കാമെന്ന് ഏറ്റു. അങ്ങനെ ആ ഒരു ബലം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്. ഫാമിലിയിൽ എല്ലാവരും പൊതുവെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് തന്നെയായിരുന്നു. ഈ നിമിഷം വരെയും എനിക്ക് ആ ഒരു സപ്പോർട്ടിന് ഒരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്ക് ആ ഒരു ഫാമിലി പ്രഷർ അധികം വന്നിട്ടില്ല ഇത് നേരിടുന്നതിന്, എക്സാംസ് നേരിടുന്നതിന്. PSC പഠിച്ചതിൽ നിന്ന് UPSC പ്രിപ്പറേഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഒരു സംസാരം എന്ന് പറയുന്നത്, ഇപ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് UPSC പഠിക്കുന്നവർക്കാണ് കൂടുതൽ ചാൻസ്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ഇതിൽ നല്ല മാർക്ക് വാങ്ങുന്നതെന്നൊക്കെ ഉള്ളത്. അതൊരു ശരിയായ ധാരണയാണോ, അതോ പഠനത്തിൽ കാര്യമായ മാറ്റം വരുത്തണം? അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ആ പരീക്ഷ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതറിഞ്ഞ് പഠിക്കാത്തത് കൊണ്ടാണോ ഈ ഒരു തോന്നൽ വരുന്നത്? രണ്ടും പറയാൻ പറ്റും നമുക്ക്. കാരണം ഒന്ന്, ഞാൻ PSCയിലെ പ്രിലിംസ് എഴുതുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ PSCയിലെ സിലബസ് പോലും നോക്കാതെയാണ് ഞാൻ UPSCയുടെ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു വന്നിട്ടാണ് ഞാൻ പോയി എഴുതുന്ന ആ ഒരു എക്സാം. അന്ന് ഞാൻ ഇംഗ്ലീഷോ മലയാളമോ വേറെ മാത്സോ ഒന്നും നോക്കിയിട്ടല്ല പോകുന്നത്. പക്ഷെ എൻ്റെ ബേസ് എന്ന് പറയുന്നത് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു UPSC പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആയിരുന്നു. കാരണം ഞങ്ങൾ UPSCക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഫൗണ്ടേഷണൽ ബുക്സ് ഉണ്ട്, അതാണ് പഠിക്കുന്നത്. അതിൽ നിന്നുള്ളൊരു നോളജ് ഉണ്ട്. അതുകൊണ്ടാകണം എനിക്ക് തോന്നുന്നു UPSC ആസ്പിറൻസിന് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് അറിയായിരിക്കും. അതായിരിക്കാം അവർക്ക് അത് ഒരു എക്സാമിന് എഡ്ജ് കൊടുക്കുന്നത് കൂടുതലും. കാരണം നമ്മൾ ലക്ഷ്മികാന്ത് പഠിക്കും, സ്പെക്ട്രം പഠിക്കും, അതുപോലെ തന്നെ എൻവയോൺമെന്റ് പഠിക്കും. അങ്ങനെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും എല്ലാ മാസവും നമ്മൾ നോക്കും എന്താണ് നടക്കുന്നതെന്നുള്ളത്. അത് എന്തായാലും ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൊടുക്കാറുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ PSC പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഇതേ രീതിയിൽ സ്റ്റാൻഡേർഡ് ബുക്സ് അവരും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് PSC എക്സാമും എഴുതാം, UPSC പ്രിലിംസും എഴുതാം എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം UPSC പഠിക്കുന്നവർ ഭയങ്കര ഹൈലി ബ്രില്യൻ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വന്ന വ്യത്യാസം. കാരണം UPSCയിൽ കിട്ടുന്ന കോച്ചിങ്ങിൽ അവർ ആദ്യമേ പറയും ഇന്ന ബുക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത്. ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഗംഗ ഇപ്പം PSCയുടെ പ്രിലിംസിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പം പുതുതായി ആഡ് ചെയ്തൊരു പേപ്പറായിരുന്നു. ഏകദേശം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിരുന്നു ആ ഒരു സമയത്ത് വരുന്നത്. അവിടെ കോമ്പറ്റീഷൻ ഓൾമോസ്റ്റ് ഈക്വലും ആയിരിക്കണം. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഗംഗ എങ്ങനെയൊക്കെയാണ് ആ ഒരു പരീക്ഷ നേരിട്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ്ഫുൾ ആയിട്ട് വന്നത്?
ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞിട്ടാണ് സിലബസ് എടുത്ത് നോക്കുമ്പോഴാണ് മെയിൻസിന് 2 പേപ്പർ ഉണ്ടെന്ന് അറിയുന്നതും മെയിൻസിന്റെ സിലബസ് നോക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ബെന്നി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, അവനും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രിലിംസ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്താണ്, ഇതാണ് ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ്, പിന്നെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞങ്ങൾ ബെന്നിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ അവൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ മാത്രമാണ് ഈ ഹോൾ കോംപ്രിഹെൻസീവ് പാക്കേജ് ആയിട്ട് ഒരു ഇത് തരുന്നുണ്ട് നിങ്ങൾ. അങ്ങനെയാണ് ഞാൻ പ്രിയാമ്പിളിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. പ്രിയാമ്പിളിൽ പിന്നെ ഞാൻ മെയിൻസ് ക്ലാസ്സിന് ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു ബുക്ക് പ്രിയാമ്പിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, LSDIയുടെ പേപ്പർ 2 ബുക്ക്. പേപ്പർ 1-നെക്കാട്ടിലും ഞാൻ സ്ട്രെസ് കൊടുത്തത് പേപ്പർ 2 ബുക്കിനാണ്. കാരണം അതിൽ കുറെ സിലബസിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്, പുതിയ പുതിയ ടോപ്പിക്കുകളുണ്ട്. എനിക്ക് UPSC പ്രിപ്പറേഷനിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ഞാൻ ശരിക്കും 2 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് ആണ് മെയിൻസിൽ ഞാൻ ശരിക്കും നടത്തിയ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറയാൻ. പിന്നെ എടുത്ത് പറയേണ്ടത്, പ്രിലിംസിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബാക്കി പൊളിറ്റി ആയാലും മോഡേൺ ഇന്ത്യ ആയാലും ഒക്കെ ഞാൻ എഴുതുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ് കൂടുതൽ ഡിറ്റർമൈനിങ് ഫാക്ടർ എന്ന് എനിക്ക് തോന്നി പേപ്പർ 1-ൽ. അപ്പോൾ ഞാനും ബെന്നിയും എൻ്റെ ഫ്രണ്ടും കൂടെ എല്ലാ ദിവസവും ടൈമർ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2 എങ്കിലും മിനിമം എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മാത്രം ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും അതിരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇവിടെ തെറ്റി എന്ത് തെറ്റി. അത് ശരിക്കും പേപ്പർ 1-ൽ എനിക്ക് ഒരു എഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു. പേപ്പർ 2-ൽ എൻ്റെ ഈ പ്രിപ്പറേഷൻ, അതായത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ നിന്നില്ല, പകരം ഒറ്റ ബുക്ക്, അതായത് ഈ ഒരു LSDI പേപ്പർ 2 ബുക്ക് മാത്രമേ ഞാൻ ശരിക്കും വായിച്ചിട്ടുള്ളൂ. ഇത് രണ്ടുമായിരുന്നു, ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ഈ 2 സ്ട്രാറ്റജി എനിക്ക് എഫക്റ്റീവായിട്ട് വർക്കായി. അതാണ് ഗംഗ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് PYQൽ കൊടുത്തിട്ടുള്ള പ്രാധാന്യം, 2 പഠിക്കാനായി നമ്മളൊരു പുസ്തകം ചൂസ് ചെയ്താൽ ആ പുസ്തകം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു UPSC സ്റ്റുഡൻസിന്റെ പ്രധാനമായിട്ടും എല്ലാ കുട്ടികളോടും നമ്മൾ സംസാരിക്കുമ്പം പറയുന്ന, റാങ്കിലേക്കൊക്കെ വരുന്നവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള PSCയിലേക്ക് വരുമ്പം PYQs എത്രത്തോളം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്? കേരള PSCയിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ പാറ്റേൺ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരു സ്ഥലത്തു നിന്ന് തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. കേരള ഹിസ്റ്ററിയിൽ അതുപോലെയുണ്ട്. വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മിക്കവാറും ചൈനീസ് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഓർഡർ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ് തന്നിട്ട് ആ ഇവന്റ് ഏത് റെവല്യൂഷനായിട്ടാണ് ബന്ധപ്പെട്ടാണ്. അതൊരു 10-25 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഈ ഏരിയകളാണ് ഇമ്പോർട്ടന്റ്, ഈ ഏരിയ ഇമ്പോർട്ടന്റ് അല്ല എന്ന് മനസ്സിലാവും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം ഇംഗ്ലീഷ് ഞാൻ ഡിഗ്രിയിൽ അല്ല സ്കൂളിലാണ് ലാസ്റ്റ് പഠിച്ച് നിർത്തിയത്, ഇംഗ്ലീഷ് ഗ്രാമർ. കഴിഞ്ഞ പിന്നെ ആവശ്യം വന്നിട്ടില്ല ഗ്രാമർ. പിന്നെ എടുക്കുന്നത് PSC എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന സ്ഥലത്ത് നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് മാത്രം എടുത്ത് സെർച്ച് ചെയ്തിട്ട് അതിനെ മാത്രം ഞാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഫോക്കസ് ആയിട്ട്, ഓക്കെ ഈ ഏരിയ എനിക്കറിയില്ല, ആ ഏരിയ ഞാൻ പഠിച്ചു, ആ ഏരിയയിൽ ഇൻപുട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ഔട്ട്പുട്ട് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോക്കസ്ഡ് അപ്രോച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊരു എക്സാം, ഈ PSC എന്നല്ല, ഏതൊരു എക്സാം എഴുതുന്നതിന് മുമ്പേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നത് നമുക്ക് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട ഫോക്കസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഹൗ സപ്പോർട്ടീവ് വാസ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എൻ്റെ ജേർണിയിൽ പ്രിലിംസ് കഴിഞ്ഞ തൊട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രിയാമ്പിളിൽ ഈ ജേർണിയിൽ വലിയൊരു പങ്കുണ്ട്. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ പൊക്കി പറയുന്നൊന്നുമല്ല, ശരിക്കും നല്ലൊരു പങ്കുണ്ട്. കാണുന്നുണ്ടായിരുന്നു ഗംഗയുടെ ഒരു മെയിൻസ് തൊട്ട് ഇന്റർവ്യൂ വരെയുള്ള കാലഘട്ടത്തിൽ സാറും കൂടെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മലയാളം ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല സാറിന്. കാരണം മലയാളത്തില് ഞാൻ മലയാളം വീക്കാണ്, എനിക്കറിയാം. അപ്പോൾ 10 മാർക്ക് മലയാളത്തിനുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അതിൽ ഞാൻ ഇനിയിപ്പം, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതായത് എഫേർട്ട് ഇട്ട ഔട്ട്പുട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നാത്തൊരു ഏരിയ, അതായത് ഏത് ബുക്ക് പഠിക്കണം എന്ന് എനിക്കല്ല. കാരണം എല്ലാത്തിലും എനിക്കൊരു സ്റ്റാൻഡേർഡ് ബുക്കാണ്, ഇത് നോക്കി പഠിച്ചാൽ കിട്ടും എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു മലയാളം താൻ പേടിക്കണ്ട, മലയാളം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റീനു മിസ്സിന് മലയാളത്തിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് ഏർപ്പെടുത്താൻ. അപ്പൊ മാം വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു, എല്ലാ ദിവസവും വന്നിട്ട് പറഞ്ഞു തരുമായിരുന്നു, ഇന്ന പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു വന്നു. അതൊരു 1-on-1 സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു എഫേർട്ട് എനിക്ക് ഭയങ്കര എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ. എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അധികം കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി.
പിന്നെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്നൊരു നമുക്ക് അറിയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. മെന്റലി നമുക്കതൊരു ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഓക്കെ സാർ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇവിടെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇവിടെ ആകെ പേപ്പർ 2 ക്ലാസ് മാത്രമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഈ മലയാളം വരുന്ന പേപ്പർ 1 അപ്പൊ ഞാൻ എന്നിട്ടും വന്ന് ചോദിച്ചു സാർ ഇങ്ങനെ മലയാളം പേപ്പർ സാർ അത് പേടിക്കണ്ട നമുക്ക് അറേഞ്ച് ചെയ്ത് തരാന്നുണ്ട്. സാർ എനിക്ക് സെപ്പറേറ്റ് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്തത്. അത് എൻ്റെ പ്രിപ്പറേഷന് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ് മാർക്ക് കുറയും, അത് പകരം മലയാളത്തിൽ എനിക്ക് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ പ്രിയാമ്പിൾ എന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമാണ്. പിന്നെ റീഡിംഗ് റൂം, ഞാൻ ഇവിടുത്തെ റീഡിംഗ് റൂമിലിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. റീഡിംഗ് റൂം ഞാൻ വന്നു കഴിഞ്ഞാൽ 10 മണി വരെയാണ് റീഡിംഗ് റൂം. 10 മണി വരെ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ആ ഒരു എൻവയോൺമെന്റ് പീസ്ഫുൾ എൻവയോൺമെന്റ് ആണ്, കുറച്ച് കാമാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ടീവാണ്, നമ്മുടെ കൂടെ പഠിക്കുന്നവരും സപ്പോർട്ടീവാണ്. കോമ്പറ്റീഷനെക്കാട്ടിലും എല്ലാവരും ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ എൻ്റെ ജേർണീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എത്രത്തോളം ഈ ജേർണിയിൽ ഞാൻ നേടിയെന്ന് പറയുന്നു അത്രത്തോളം തന്നെ പ്രിയാമ്പിളിനും ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ജേർണിയാണ് എൻ്റെ PSCയിലെ LSTDയിലെ റാങ്ക് പറയുന്നത്. ഗംഗ, നമ്മൾ പ്രിലിംസിന്റെ കാര്യം പറഞ്ഞു, UPSC പഠിച്ചത് കൊണ്ട് കുറച്ച് എഡ്ജ് കിട്ടി എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതായിരുന്നു പ്രധാനമായിട്ടും ഇൻപുട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. മീൻസിലേക്ക് വന്നപ്പം PSC ഫോക്കസ്ഡ് ആയിട്ട് തന്നെയുള്ള പഠനം കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ 2 സ്റ്റേജിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് മൂന്നാമതൊരു സ്റ്റേജ് കൂടി ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പലരും വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കാര്യമല്ല. സോ എങ്ങനെയായിരുന്നു ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ? അതിനെ എങ്ങനെ നമ്മൾ കാണണം? എത്ര സീരിയസ്നെസ്സോട് കൂടി കാണണം? ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ ആകെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളൂ, അത് ഇവിടുത്തെ ഇന്റർവ്യൂ ആണ്, മൂക്കെടുത്തത്. അരുൺ സാറാണ് അന്ന് എനിക്ക് 1-on-1 ഇന്റർവ്യൂ എടുത്തത്. സാർ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്നെക്കുറിച്ച്. എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് ഡാഫ് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പിന്നീട് എനിക്ക് എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത്, എവിടെയൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. അതും സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഓക്കെ, ഈ ഏരിയയിൽ ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ ഈ ഏരിയയിൽ എനിക്ക് കാര്യങ്ങൾ അത്ര അറിയില്ല, അത് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരൊറ്റ പ്രിപ്പറേഷന്റെ ബലത്തിൽ, ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു മോക്ക് ഇന്റർവ്യൂവിന്റെ ബലത്തിലാണ് ഞാൻ പോയിട്ട് PSCയിലെ മോക്ക് കൊടുക്കുന്നത്. കാരണം PSC ആയാലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 0.6 0.5 ഏത് മാർക്കായാലും നമ്മുടെ റാങ്കിന് ഒരുപാട് മുന്നോട്ടോ പിന്നോട്ടോ വലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ആയാലും മെയിൻസ് ആയാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിന്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന്റെ ആ ഒരു മാർക്കും എന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ 153ാമത്തെ റാങ്കിൽ എത്തിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. 1 മാർക്ക് കുറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ 20-30 റാങ്ക് താഴോട്ട് പോവുമായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ആ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷനിലുള്ള പ്രിയാമ്പിളിന്റെ സപ്പോർട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്. അരുൺ സാറിന്റെ ഒരു 1-on-1 ഈ സെഷൻ. ഇന്റർവ്യൂവിന് പങ്കെടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കണം ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കേണ്ടത് എന്നുള്ളത്? ഇന്റർവ്യൂ ശരിക്കും UPSCയുടെ അത്ര ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. PSCയുടെ ഇന്റർവ്യൂവിന് കുറച്ചും കൂടെ ബോർഡ് ഫ്രണ്ട്ലി ആയിരുന്നു. മലയാളത്തിലായിരുന്നു ചോദിച്ചതും പറഞ്ഞതും ഒക്കെ. നമ്മളെ കുറച്ച് കംഫർട്ട് ആക്കാൻ അവരും ശ്രമിച്ചായിരുന്നു. 10 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ ഇന്റർവ്യൂ ബോർഡിൽ. 3 പേരായിരുന്നു എൻ്റെ ബോർഡിലെ പാനൽ അംഗങ്ങൾ. 3 പേരും മാറി മാറി ചോദിച്ചു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ഇന്റർനാഷണൽ റിലേഷൻ ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അമേരിക്കയുടെ ട്രേഡിനെ കുറിച്ചും എന്താ സപ്പോർട്ട് ചെയ്യുന്നതിനും ട്രംപിന്റെ ഇപ്പോഴത്തെ ട്രേഡ് പോളിസീസിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചു. ബാക്കി ആരെയും ഇൻട്രൊഡക്ഷനിലാണോ പറഞ്ഞത്? അല്ല, ഇൻട്രൊഡക്ഷനിലല്ല. എൻ്റെ ഡാഫ് നോക്കിയിട്ട് സാർ ചോദിച്ചു പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്റർനാഷണൽ റിലേഷൻസ് ആണോ എടുക്കുന്നതെന്ന് ചോദിച്ചു. ആണോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിച്ചു, ഈ അമേരിക്കയുടെ ട്രംപ് പോളിസീസും അതുപോലെ വാർ നടക്കുന്നതിന് ഞാൻ എന്താണ്, എൻ്റെ വ്യൂ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ എൻ്റെ വ്യൂ പോയിന്റ് ഒക്കെ ചോദിച്ചു. എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ ഡാഫിന്ന് വേറെ ഒന്നും എന്നെ ചോദിച്ചില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറെ പോളിസീസ് ആണ് ചോദിച്ചത്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് ബ്യൂറോക്രസി ഉണ്ട്, എന്തിനാണ് നമുക്ക് ഈ പൊളിറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ നമ്മൾ തന്നെ അങ്ങ് ഭരിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻ കുറച്ചും കൂടെ ചോദിച്ചത്, എന്താണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. അത് ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇന്റർവ്യൂ. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി പേഴ്സണലി ഗംഗയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു ഓരോ സ്റ്റേജിലും? ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ എല്ലാവരും പോലും നെഗറ്റീവ് ആവാറുണ്ട്, അടിക്കാറുണ്ട്, ഡെസ്പ് അടിച്ചിരിക്കാറുണ്ട്. മോക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആവും, ചില സമയങ്ങളിൽ എല്ലാം തെറ്റും. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും അല്ലാതെ എടുക്കുന്ന മോക്കായാലും
ഞാൻ ഇവിടത്തെ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. ചിലപ്പോ മാർക്കൊന്നും അധികം ചില നമ്മൾ ദിവസങ്ങൾ ആ മോശമായിരിക്കും. മോശമായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. അത് ദിവസം മോശമായതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അറിഞ്ഞൂടാത്ത ഏരിയ Areas ആയിരിക്കും ആ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് വന്നത്. അതിന് പിന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാന്നുള്ളേ ഉള്ളൂ. പക്ഷെ ആ മാർക്ക് കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, ഞാൻ റീഡിംഗ് റൂം എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻഷുർ ചെയ്യുമായിരുന്നു, റീഡിംഗ് റൂമിൽ ഞാൻ വരും. രാവിലെ ഒരു 10 മണിക്കൊക്കെ ആകുമ്പോൾ എത്തും. 10-10:30 ആകുമ്പോൾ ഞാൻ എത്തും രാവിലെ. 10:30 എത്തിയ രാത്രി 10 മണി വരെയാണ് ഞാൻ ഇവിടെ ഇരിക്കാറ്. എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റാറില്ല. ചില ദിവസങ്ങൾ അസൗകര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ഇരിക്കുന്ന അത്രയും മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് റീഡിംഗ് റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഉഴപ്പി എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ വന്ന ദിവസങ്ങളിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പഠിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് ആണ് എൻ്റെ ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി എന്നുള്ളത്. ഒരുപാട് പഠിച്ചോന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കുന്നതിനെക്കാട്ടും പഠിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കാറുണ്ട്. അത് മതിയാകും എന്നാണ് എനിക്കും ഇപ്പം തോന്നുന്നത്. നമുക്ക് സിലബസ് നോക്കാന്നുണ്ടെങ്കിൽ വളരെ വാസ്റ്റ് ആണ്. ഉം. അപ്പൊ അതിൽ നമ്മൾ പഠിക്കേണ്ട ഏരിയ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണോ, എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഏരിയാസ് എക്സ്ക്ലൂഡ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും പഠനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, PYQ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇന്ന ഏരിയാസ് ഫോക്കസ് കൂടുതൽ കൊടുക്കണം. കാരണം കേരള ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല, കേരള ഹിസ്റ്ററി. കാരണം നമ്മൾ UPSC പ്രിപ്പറേഷനിൽ കേരള ഹിസ്റ്ററി പഠിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മലയാളം. ഇത് രണ്ടും എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഇത് രണ്ടിലും ഞാൻ കുറച്ച് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ കേരള ഹിസ്റ്ററി വാസ്റ്റ് ആണ്. അതിൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നറിയണമെന്നുണ്ടെങ്കിൽ PYQ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. വേണ്ടാത്തത് എക്സ്ക്ലൂഡ് ചെയ്യുക, വേണം എന്നുള്ളത്. കാരണം നമുക്ക് PhD ഒന്നും വേണ്ടല്ലോ, നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഇടുക, പഠിക്കുക എന്നുള്ളതാണ് ചെയ്തത്. പുതുതായിട്ട് PSC പഠിക്കാൻ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പല രീതിയിൽ നമുക്ക് പല എക്സാം രീതി- ക്ലിയർ ചെയ്യാൻ ആ, സാധിക്കും. അത് നമ്മൾ പലരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിട്ടുള്ള. എന്നാലും ജനറലി നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഉം. അതിപ്പം പുസ്തകങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലാവാം, ഉം. ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിലാവാം, റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പോൾ ഗംഗയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം, റെഗുലർ ആയിട്ടുള്ള പഠനം, റിവിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? സാറ് പറഞ്ഞ തന്നെയാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവർ, ക്ലിയർ ആകണം എന്നുള്ളവർ, ബേസിക്കലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് എടുക്കും, അത് പഠിക്കും. അത് പഠിക്കുന്നതിനോടൊപ്പം മോക്ക് ടെസ്റ്റ് എടുക്കും. മോക്ക് ടെസ്റ്റിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് കിട്ടും, അത് വെച്ച് റിവൈസ് ചെയ്യും. വീണ്ടും നമ്മൾ കുറേ മോക്ക് എടുക്കും. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ബേസിക് ബുക്സ് നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്, PSCയിലായാലും UPSC പ്രിപ്പറേഷനിലായാലും. കാരണം അത് നമുക്കൊരു ബേസ് തരും. ആ ബേസിൽ നിന്ന് പിന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ബേസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര ബിൽഡ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടുതൽ വരും. അപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഏരിയ എന്നർത്ഥം ബേസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ കൺഫ്യൂഷൻ കൂടുതൽ വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഇന്ത്യൻ ഹിസ്റ്ററിയിലായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് ഫൗണ്ടേഷൻ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നാലും ഒക്കെ നമുക്കത് കിട്ടും. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ചിലർ കൂടുതലും ഈ ബുക്ക് തന്നെ റിവൈസ് ചെയ്തിട്ട് മോക്ക് കുറവെടുക്കും. ചിലർ മോക്ക് തന്നെ എടുത്തുകൊണ്ടിരിക്കും, എന്നിട്ട് മോക്കിൽ എവിടെയാണോ ഡൗട്ട് വരുന്നത് അത് ചെന്നിട്ട് ബുക്ക് പിന്നെ റിവൈസ് ചെയ്യും. ഞാൻ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. മോക്ക് എടുക്കും, മോക്ക് എടുത്തിട്ട് തെറ്റുന്ന ഭാഗം എവിടെയാണോ അപ്പോൾ പോയിട്ട് ആ ബുക്ക് നോക്കിയിട്ട് ഓക്കെ ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഏത് രീതിയിൽ വേണോ വർക്ക് ആകാം. എൻ്റെ ഒരു സ്ട്രാറ്റജി അതായിരുന്നു. പിന്നെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ, ഇൻഡിവിജ്വലി പഠിക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് പ്രഷർ ഉള്ളൊരു സമയമാണ്. കാരണം നമ്മളെല്ലാവരും യൂത്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്, ജോലി വേണം എന്ന് ആഗ്രഹമുള്ളതാണ്, കോമ്പറ്റീഷൻ ആവശ്യത്തിലധികം ഉള്ളതാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ്. ഫാമിലി സപ്പോർട്ടിന്റെ കൂടെ തന്നെ നമുക്കൊരു പിയർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാക്കും. നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നേരിടുന്നതും കണ്ടെത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആരെങ്കിലും പറയും, അതൊരു സഹായമായിരിക്കും. നമ്മുടെ മെന്റൽ സ്ട്രെസ്സും ഭയങ്കരമായിട്ട് കുറയ്ക്കും. എവിടെയെങ്കിലും ഇടയ്ക്ക് പോയി വെളിയിലൊക്കെ പോയി ചായ കുടിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. അങ്ങനെ നല്ലൊരു പിയർ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന അവരോടായിട്ട്, അതിൽ PSC ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ജോലി ഉള്ളവർ. അവരോട് പറയാനായിട്ട് എന്തൊരു മെസ്സേജാണ് ഗംഗയ്ക്കുള്ളത്?
പാടാണോ എന്ന് വെച്ചാൽ ജേണി പാടാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ജേണി എന്ന് പറയുന്നത് നമുക്കൊരു ജോലിയാണ് വേണ്ടത്. ആ ജോലിക്ക് വേണ്ടി നമ്മൾ PSCയിലോട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചാൽ പിന്നെ മറു തിങ്കിങ്ങിലോട്ട് പോകരുത്. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എക്സാം എങ്ങനെയും ക്ലിയർ ആക്കാന്നുള്ളത്. അതായത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ഷുഡ് ബി പഠിക്കണം, എങ്ങനെയും അത് സിലബസ് കവർ ചെയ്യണം, ക്ലിയർ ചെയ്യണം. പക്ഷെ ഒരുപാട് രീതിയിൽ മെന്റൽ സ്ട്രെസ് സ്വയമേ കൊടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു പിയർ ഗ്രൂപ്പിന്റെ സപ്പോർട്ട്. ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ പോവുക, കഴിക്കുക, അങ്ങനെ എൻജോയ് ചെയ്യുക, ഫിലിം കാണുക. അതിൻ്റെ ഓടൊപ്പം തന്നെ പഠിത്തത്തിനെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. എങ്കിലേ ഈ ജേർണി കുറച്ചെങ്കിലും സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. PSC ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് കിട്ടണം തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. കാരണം ഒരു ജോലി ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ അങ്ങനെയാണ്. ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കൂടെ ആൾക്കാർ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Okay. Thank you, Nga. So happy to have some time with you. താങ്ക് യു സർ. Thank you very much.